റബ്ബ് പറയുകയാണ് ഫീഹാ സ്വർഗ്ഗലോകത്തിലുണ്ട് മാ തസ്തഹീഹിൽ അൻഫുസു മനുഷ്യൻ ആഗ്രഹിക്കുന്നതുണ്ട് ഇച്ഛിക്കുന്നതുണ്ട്. ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ഖുതൂഫുഹാ ദാനിയ അതിൻ്റെ താലുകളും ഏലുകളും എല്ലാം നിങ്ങളിലേക്ക് ഇറങ്ങി വരും. ഇരുന്ന ഇരിപ്പിടത്തിൽ ഇങ്ങനെ ചിന്തിക്കലാണ്. ആ കാണുന്നതായ പഴം അത് റുമാനാവട്ടെ, റുമാനായി ഇറങ്ങി വരും. അതേ സമയത്ത് അടുത്തെത്തി കഴിയുമ്പോൾ അത് ആപ്പിളാവട്ടെ, ആപ്പിളാകും. ഹൃദയത്തിൽ കരുതിയാൽ മതി. അതാണ് മാ തസ്തഹീഹിൽ അൻഫുസു. പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം, നമുക്ക് ഇവിടെ വളരെ ഇഷ്ടമുള്ളത് ഇന്നതാണല്ലോ, അതവിടെ കിട്ടുമെന്ന് കുട്ടികളൊക്കെ ചോദിക്കുന്നത് പോലെ. അതിനൊക്കെ മറുപടി യഥാർത്ഥത്തിൽ അവിടെ ജീവിക്കുന്ന വിഭാഗം, സ്വർഗലോകത്തിലേക്ക് എത്തുന്ന വിഭാഗം മാലാഖമാരിൽ നിന്നിട്ട് പലരേക്കാൾ ഉയർന്നവരാണ്. പല മാലാഖമാരേക്കാളും ഉയർന്ന ആളാണ് അല്ലേ? ഒത്തീനി വസൈത്തൂനി അല്ലാഹ് എന്താ പറഞ്ഞത്? والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم. ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് നല്ല മെച്ചമുള്ള കോലത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. മാലാഖമാരേക്കാളും റബ്ബ് മനുഷ്യരാശിയെ പോക്കോ. അതല്ല അല്ലാഹ് പറഞ്ഞ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗവാസികളെ ഉദ്ഖുലൂഹാ ബിസലാം കടന്നോളീൻ എന്ന് പറയാൻ മലക്കുകളാണ്. നമുക്ക് ഖിദ്മത്തെടുക്കാൻ, നമ്മെ സേവിക്കാൻ മലാക്കുമാരേക്കാളും ഉയരുന്നതായ വിഭാഗം. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ നാം ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെ എല്ലായിരിക്കും ചിന്തിക്കുക. അവരുടെ ആഗ്രഹങ്ങളൊക്കെ വലിയ വലിയ ആഗ്രഹമായിരിക്കും. നാം സ്വർഗത്തിൽ എന്ത് ആഗ്രഹിക്കുമെന്നത് തന്നെ ഇവിടുന്ന് കോലപ്പെടുത്താൻ പറ്റൂല. നാം സ്വർഗത്തിൽ എന്ത് ആഗ്രഹിക്കുമെന്നത് തന്നെ ഇവിടുന്ന് കോലപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ടോ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അവിടെയുള്ള ബുദ്ധി മഹാബുദ്ധി, സ്വർഗീയ ലോകത്തിൽ ജീവിക്കേണ്ട ബുദ്ധി, ആ ബുദ്ധിക്ക് എന്തായിരിക്കും ഗോചരമാകുന്നത് എന്നത് അവിടേക്ക് എത്തിയാൽ അറിയാം. ഇവിടുന്ന് അത് കൊലപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ഫിഹാ അവിടെയുണ്ട് ആദത്തുൽ ഇബാദ്. അല്ലാഹ് പറഞ്ഞതാണ്, ഖുദ്സി ഹദീസാണ്. ആദത്തുൽ ഇബാദി എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. മാലാ ഐനുൻ റഅത്ത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, വലാ ഉദുനുൻ സമിഅത്ത് ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, വലാ ഖതറ അലാ ഖൽബി ബശർ മനുഷ്യ ഹൃദയത്തിൽ ഇച്ഛിക്കാൻ സാധിക്കാത്തതും, ഇച്ഛിച്ചിട്ട് പോലും ഇല്ലാത്തത്, അഥവാ മനുഷ്യ ഹൃദയത്തിൽ ഉദിക്കൂല അവിടെയുള്ള ആ സ്വർഗീയ ലോകം.